വെരിക്കോസ് വെയിനിന് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ലേസർ ചികിത്സ അല്ലെങ്കിൽ ഗ്ലൂ ചികിത്സ നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ പല രോഗികൾക്കുള്ള ഒരു സംശയമാണ്. നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വഴി ഈ രക്തക്കുഴലുകൾ അടക്കുമ്പോൾ നമുക്കിപ്പോൾ കാലിന് പിന്നെ സ്വാധീനക്കുറവോ അല്ലെങ്കിൽ രക്തോട്ടക്കുറവിൻ്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമോ എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ നോർമലായിട്ടുള്ള രക്തക്കുഴലുകളല്ല അടക്കുന്നത്. ഈ വെരിക്കോസ് വെയിൻ അസുഖം ബാധിച്ച് ഇപ്പോൾ വാൽവുകൾ ഡാമേജ് ആയിട്ട് പമ്പിങ് നടക്കാതെ അശുദ്ധരക്തം കെട്ടിക്കിടക്കുന്ന ആ രക്തക്കുഴലുകളാണ് നമ്മൾ അടക്കുന്നത്. ആക്ച്വലി ആ രക്തക്കുഴലുകൾ അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. അതിൽ യഥാർത്ഥത്തിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല. അതിന് പുറമെ അത് ബുദ്ധിമുട്ട് കൂടുതൽ ഉണ്ടാക്കുക ചെയ്യുന്നത്. വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ഈ വെരിക്കോസ് വെയിൻ വരുന്ന ഒരു പ്രശ്നം. ഇത് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങും അതല്ലെങ്കിൽ ഇമേജിങ് അത്ര ഒരു പ്രോമിനൻ്റ് അല്ലാത്തൊരിതായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ അൾട്രാസൗണ്ട്, ഈ ബുദ്ധിമുട്ടുള്ള ഞരമ്പുകൾ അൾട്രാസൗണ്ട് നോക്കി നമ്മൾ എല്ലാം നോക്കിയാണ് ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീണ്ടും വരാനുള്ള റിസ്ക് ഇപ്പോൾ കറണ്ട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വെച്ച് വളരെ വളരെ ലോ ആണ്. വെരിക്കോസ് വെയിൻ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി മനോരമ ക്വിക്ക് കേരളയും അതേപോലെ ഡോക്ടർ നിസാർസ് ഇന്റർവെൻഷൻ റേഡിയോളജി ക്ലിനിക്കും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വെരിക്കോസ് വെയിൻ നിർണയ ക്യാമ്പിലേക്ക് നിങ്ങൾക്കും സൗജന്യമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.